പണ്ട് ഞാനൊരു പ്രോജക്റ്റ് ചെയ്തിരുന്നു, വളരെ ലോ ബഡ്ജറ്റായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പം അത് ചെയ്യാൻ സാധിച്ചത് ആ ക്ലയൻറ്റിൻ്റെ എന്താ പറയുന്നത്, വിട്ടുവീഴ്ച മനോഭാവം എന്ന് പറയത്തില്ലേ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഡിസൈനിന് വിരുദ്ധമായിട്ട് നമുക്ക് ഈ പറഞ്ഞ മെറ്റീരിയൽസ് കൺസ്യൂം കുറയ്ക്കുക എന്നുള്ള ഒറ്റ തിയറിയിലാണ് നമ്മൾ ആ പ്രോജക്റ്റ് പോയത്. അങ്ങനെ നാച്ചുറലായിട്ട് അത് കുറേ നല്ലത് നമ്മുടെ മെടുക്കുന്നോ പ്രോജക്റ്റ് മാനേജ്മെൻറ്റെന്നോ ഒന്നും പറയാനില്ല, നാച്ചുറലായിട്ട്. അപ്പം ആരാണ് എൻ്റെ അകത്ത്, ഞാനൊരു ചാനലൈസർ മാത്രമേ, പുള്ളിയുടെ തീരുമാനം കൊണ്ട് മാത്രമാണത് കുറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഇത് പയ്യെ പാട്ടായി, ഇത് ഈ ചിലവിലാണ് ഈ പ്രോജക്റ്റ് തീർന്നതെന്നുള്ളത്. അപ്പം അടുത്ത ആൾക്കാർ എന്നെ സമീപിക്കാൻ തുടങ്ങിയ, അദ്ദേഹത്തിന് ആ പ്രോജക്റ്റിൽ ചെയ്ത് കൊടുത്തെങ്കിൽ എനിക്ക് അതിനേക്കാൾ 2 ലക്ഷം രൂപ അല്ല 5 ലക്ഷം രൂപ കൂടുതൽ തരാം, എനിക്ക് ഇത്രയും കൂടെ ഒരു ചേഞ്ച് ഒന്ന് ചെയ്ത് കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഇപ്പം അത് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് എനിക്കൊന്ന് 18 വർഷത്തിന് മേലെ ആയെന്ന് തോന്നുന്നു ആ പ്രോജക്റ്റ് ചെയ്തിട്ട്. പക്ഷെ അതിൽ പിന്നെ ഇന്ന് വരെ ഒരു പ്രോജക്റ്റിൻ്റെയും എമൗണ്ട് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. കാരണം എപ്പോഴും ഇതിനൊരു അളവുകോൽ വരുന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഇത്ര രൂപയുടെ, ഇത് ഇത്രയും രൂപ, എപ്പോഴും ഒരു ജഡ്ജിങ് പോയിൻ്റിന് വരുന്നുണ്ട്. അപ്പോൾ കലയ്ക്ക് ജഡ്ജിങ് പോയിൻ്റ്, ഇപ്പോൾ ഒരു പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ക്യാൻവാസിന് മഷിയുടെയും പേനയുടെയും വില നോക്കുമ്പോൾ ഇത്രയും വരുന്നുണ്ടായിരിക്കും. പക്ഷേ വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഷുഡ് ബി മോർ ദാൻ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതിനുള്ള കല്ലും മണ്ണിനേക്കാളും കൂടുതലാണ് അത് കാണുമ്പോൾ ഉണ്ട സന്തോഷം, അതിൻ്റെ അത് ജീവിക്കുമ്പോൾ ഉണ്ട സന്തോഷം. ഇതിനൊരു വില ഇട്ട് കഴിയുമ്പോൾ പലപ്പോഴും സന്തോഷമില്ലായ്മ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പൊതുവെ ക്ലയൻറ്റുകളോടാണെങ്കിലും പറഞ്ഞത്, നമുക്ക് കിട്ടിയ ആ ഒരു പ്രോജക്റ്റ്, ആ ഒരു വില, ആ ഒരു ഇതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാൻ, ഇത് സ്വകാര്യതയായിട്ട് തന്നെ നിലനിന്നോട്ടെ. എന്നാൽ മാത്രമേ നിങ്ങൾക്കും മനസ്സിൽ ഇതിൻ്റെ അകത്തൊരു സ്വസ്ഥതയോട് ജീവിക്കാൻ പറ്റുന്നുള്ളൂ, മറ്റുള്ളവർക്കാണേലും ഇത് വരത്തുള്ളൂ. ബാക്കിയുള്ളവർ ഇതിനേക്കാളും കുറഞ്ഞെന്നോ കൂടിയെന്നോ ഒന്നും എൻ്റെ അകത്തൊരു ഇത് വേണ്ട. ഇപ്പം ഈ പറഞ്ഞല്ലോ, വണ്ടി മേടിക്കുമ്പോഴാണേലും നമുക്കറിയാം വണ്ടിയുടെ വില ഓപ്പണായിട്ട് ഇത്രയാണെന്നുള്ളത്, പബ്ലിക്കലി അവൈലബിൾ ആണ്, ഇൻഫർമേഷനാണ്. അപ്പം ഇപ്പോൾ ഒരു കൂടിയ വണ്ടി മേടിക്കുന്നത്, എത്ര കൂടിയ വണ്ടി മേടിച്ചാലും ആ വണ്ടിയുടെ ലൈഫ് ഇത്രയ്ക്ക് ഉള്ളൂ. പക്ഷെ ഒരു വീടിന് വേണ്ടി ചിലവാക്കുന്നത് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നിൽക്കേണ്ട ഒരു സാധനമാണ്. അതെ. അപ്പം സാറിൻ്റെ ഇത്രയും 18 കൊല്ലം മുന്നേ ഇതുപോലെ ഒരു ലോ ബഡ്ജറ്റ് വീട് ചെയ്തു. അതുപോലെ തന്നെ സാർ അഭിപ്രായപ്പെട്ടു, ലോ ബഡ്ജറ്റ് വീടുകൾ ചെയ്യാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ആർക്കിടെക്ട്സ് ആയിട്ടുള്ളവരുണ്ട് എന്നും പറയുന്നു. ഇതിലേക്ക് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ആ ഒരു വ്യക്തിനെ കണ്ടുപിടിക്കുക? ഗൂഗിൾ ചെയ്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ലോ ബഡ്ജറ്റ് ഹൗസസ് എന്ന് പറയുമ്പോൾ കൂടുതലും ഗൂഗിളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഫീഡ് എന്ന് പറയുന്നത് കോൺട്രാക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യുന്നവരുടെയോ ഫീഡായിരിക്കും കൂടുതൽ കിട്ടുന്നത്. ഇപ്പോൾ സാറ് നേരത്തെ IA ഹെഡ് ചെയ്തിരുന്നൊരു വ്യക്തിയാണല്ലോ. ഈ കമ്മ്യൂണിറ്റി, ആർക്കിടെക്ചറൽ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ അതിലേക്ക് എത്തുക? ഇപ്പം പഴയ കാലത്ത് 1-2 ആർക്കിടെക്ട്സ് മാത്രം അവരെ ലോ കോസ്റ്റ് ആർക്കിടെക്റ്റ് എന്ന നിർവചനത്തോടു കൂടി ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം പുതിയ ജനറേഷനോ ഇപ്പം പൊതുവെ അങ്ങനെയുള്ള ബ്രാൻഡിങ് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആവശ്യമില്ല, എല്ലാവരും കേപ്പബിളാണ് ടു ഡു ദാറ്റ് തിങ്. ചിലർക്ക് ഇഷ്ടമില്ല, ചിലർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എൻ്റെ അറിവിലും അഭിപ്രായത്തിലും എല്ലാ ആർക്കിടെക്റ്റും അതിനകത്ത് ചെയ്യാൻ കേപ്പബിളാണ്. നിങ്ങൾ ആരെ സമീപിച്ചാലും ഒരു ക്ലയൻ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ ജോലി, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ആർ യു വില്ലിങ് ടു ഡു ദാറ്റ് പ്രോജക്റ്റ് എന്ന് ആർക്കിടെക്റ്റിനോട് ചോദിക്കുക. അദ്ദേഹം ചെയ്യാമെന്ന് ഏക്കുവാണെങ്കിൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എല്ലാ ആർക്കിടെക്റ്റും ഇനി കേപ്പബിൾ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അതല്ലാത്തൊരു സാഹചര്യം വളരെ കുറവാണ്. ചില ആർക്കിടെക്ട്സിന് അത് താല്പര്യമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഞാൻ നേരത്തെ ചോദിച്ച ഒരു സംഭവം, അതായത് നമുക്ക് പലപ്പോഴും ഒരു വീട് വരുമ്പോൾ ഇതിലെ കോമൺ കമ്പോണൻസിന് പ്രൈസ് അധികം വേരി ചെയ്യാറില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റോ പ്ലംബിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ ജനറലി ഒരു വീടിൻ്റെ സ്റ്റെയർ കേസോ, ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് എത്ര ഏരിയ കുറവാണെങ്കിലും എത്ര ഏരിയ കൂടുതലാണെങ്കിലും നമ്മൾ ഈ സാധനങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇതെന്തായാലും കൂടിയേ തീരുള്ളൂ. പക്ഷേ അതിൻ്റെ പെർ സ്ക്വയർ ഫീറ്റ് കോസ്റ്റ് ഇതിൻ്റെ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നതനുസരിച്ച്, ഇപ്പോൾ കേബിളിൻ്റെ സ്പെക്ക് കൂടുന്നതനുസരിച്ചോ, ഇപ്പോൾ അതൊരു പ്രഷർ പമ്പ് വയ്ക്കുന്നതനുസരിച്ചോ, യൂസ് ചെയ്യുന്ന സാനിറ്ററി CP വെയർസ് അനുസരിച്ചോ, ഇനി സ്റ്റെയർ കേസിൻ്റെ വലിപ്പോ ഹാൻഡ് റെയിലൊക്കെ വെച്ച് കൂടാനുള്ള സാധ്യതകളുണ്ട്.
അപ്പോൾ ഒരു കോസ്റ്റ് കുറയ്ക്കുന്നതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പോണൻസിന് ഒരു ഫിക്സഡ് വേരിയബിൾ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് വെക്കാം. കാരണം ഇതിൽ അതിൽ താഴെ നമുക്ക് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. അതായത് സ്പെക്കിൽ ബെയർ മിനിമം വേണ്ടതായിട്ടുള്ള സാധനം ഈ പറഞ്ഞ യൂട്ടിലിറ്റേറിയൻ കാര്യങ്ങൾക്ക് കൂടിയേ തീരും. പിന്നെ നമ്മൾ കോസ്റ്റ് കുറയ്ക്കുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ എഫിഷ്യൻസി കൊണ്ടുവരാനുള്ളൊരു ശ്രമത്തിലാണ്. ഇതിലെങ്ങനെയായിരിക്കും സാർ, ജസ്റ്റ് നമ്മുടെ ഒരു വ്യൂവേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ കൂടെ സാർ എങ്ങനെയായിരിക്കും ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും സാർ ഫോളോ ചെയ്യുന്നത്? ഇപ്പം സാനിറ്ററി ഫിറ്റിങ്സും CP ഫിറ്റിങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ CP ഫിറ്റിങ്സിലാണെങ്കിലും എക്കണോമിക്കൽ ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരുവിധം കുറേ നല്ല പ്രോഡക്റ്റുകളുണ്ട്. കുറേ പ്രോഡക്റ്റുകളുണ്ട്, വർഷങ്ങളായിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. ഞാൻ ബ്രാൻഡുകളുടെ പേര് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒത്തിരിയും ബ്രാൻഡുകളുണ്ട്. അവർ ജെന്യുവനായിട്ട് 10-35 വർഷമായിട്ട് സെല്ല് ചെയ്യുന്ന നല്ല ബ്രാൻഡുകൾ കുറേ ഉണ്ട്. എന്നാൽ പ്രീമിയമായിട്ട് സെല്ല് ചെയ്യുന്ന ഇതുമുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മുടെ ആഗ്രഹം എവിടെയാണ് നിൽക്കുന്നത്. കാരണം ഇന്ന് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചെലവ് ചുരുക്കി പണിയുക എന്നുള്ളതല്ല പ്രതിസന്ധി. അതൊരു പ്രതിസന്ധി അല്ല എന്നെ സംബന്ധിച്ചിട്ട്. മനസ്സിലായി. പ്രതിസന്ധി എവിടെ കിടക്കുന്നത് വെച്ചാൽ ഇൻ യുവർ മൈൻഡ് എക്സ്പെക്ടേഷൻസ്. അതായത് ഇത്രയും സോഷ്യൽ മീഡിയ, ഇപ്പം ഞങ്ങളൊക്കെ പറഞ്ഞ ഇത്രയും ഇമേജസ് വന്ന് ബോംബാർഡ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ശരാശരി മനുഷ്യനെ. അപ്പം ഈ ആഗ്രഹങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഒന്ന് മയപ്പെടുത്തേണ്ടത് എന്ന് പറയാൻ, ഞങ്ങൾ നേരിടുന്ന ഈ ആഗ്രഹങ്ങളെ ഒന്ന് നമ്മളത് കുറയ്ക്കാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മൾ അത് പെട്ടെന്ന് അച്ചീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നത്, ഒരു ഷവർ ക്യൂബിക്കിൾ അല്ലെങ്കിൽ ഒരു പ്രഷർ പമ്പ് പ്രഷർ പമ്പ് നീഡഡ് ഇൻ എ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല, ഒട്ടുമല്ല. അപ്പം ഗ്രാവിറ്റിയിൽ തന്നെ ഇത് നിൽക്കും. പക്ഷേ ഗ്രാവിറ്റിയിൽ വരുമ്പോഴത്തേനും ഷവറിൽ വളരെ നേരത്തെ തോതിലായിരിക്കും വെള്ളം വീഴുന്നത്. അതൊരു എക്സ്പീരിയൻസ്. പക്ഷേ വാട്ട് ഇഫ് യു ഡിസയർ ടു ഹാവ് എ ലോങ് ബേത്തിങ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ, നല്ല ജെറ്റൊക്കെ അടിച്ച് നല്ല ഒരു ജക്കൂസി എഫക്റ്റ്, രാവിലെ മുതൽ ജോലിയെടുത്ത് തിരിച്ചു വന്ന് നമുക്കങ്ങനെ ഒരു ഷവറിങ് എക്സ്പീരിയൻസ് വേണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിയാൽ എന്തോ ചെയ്യണം? വാട്ട് ഷുഡ് ബി യുവർ ചോയ്സ് ആസ് എൻ ആർക്കിടെക്ട്? വാട്ട് ഷുഡ് ഐ ടെൽ യു? നിങ്ങൾ ആഗ്രഹിക്കേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ ആഗ്രഹിക്കാൻ പറയാൻ പറ്റുമോ? അപ്പം എൻ്റെ മുമ്പിലുള്ള ഡിലെമ ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് അവർക്ക് സാറിന് അവരോട് ഡയറക്റ്റ്ലി പറയാൻ പറ്റില്ല. നമ്മൾ വളരെ, ഞാൻ പറയില്ല, വളരെ ഒരു അവിടെയാണ് നമുക്ക് പലപ്പോഴും കേൾക്കുന്ന ആഗ്രഹങ്ങൾ നമുക്ക് തുറന്നടിച്ച് പറയാൻ നമുക്കൊരു നമ്മളൊരു കൊച്ചുകുട്ടിയോട് ഇന്ന് കുറേ എല്ലാ ദിവസവും ചോക്ലേറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ വികാരത്തിൽ മനുഷ്യനല്ലേ, നമുക്കൊരു ആഗ്രഹം മനസ്സിൽ. ഇപ്പോൾ എനിക്കാണെങ്കിലും ആഗ്രഹമുണ്ട്, പവനാണെങ്കിലും ആഗ്രഹമുണ്ട്, നമുക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് നമുക്ക് അത് ഒറ്റയടിക്ക് എടുത്ത് പഠിച്ച് പറയാൻ ചിലപ്പോൾ ഒരു വിഷമം ഉണ്ടാകാൻ സാധ്യത. അപ്പോൾ നമ്മൾ വളരെ മയത്തിൽ നമുക്കതിങ്ങനെ കുറച്ച് നോക്കാം, അതിങ്ങനെ വരുമ്പോഴത്തേന് ഇങ്ങനെ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോഴത്തേന് ഉൾക്കൊള്ളുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്. പക്ഷെ അവിടെ വീണ്ടും ഈ സോഷ്യൽ മീഡിയ ഒരു ത്രെറ്റ് ഉണ്ടല്ലോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആ വീഡിയോ ചെയ്തപ്പോൾ ഇതെല്ലാം ഉൾപ്പെടെ ഇങ്ങനെ കിട്ടിയെന്നാണല്ലോ ഞങ്ങൾ കണ്ടത്. അല്ല, അതിനകത്ത് ത്രെറ്റും ഉണ്ട്, ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ 25 വർഷം മുന്നേ വരയ്ക്കുന്നതിനേക്കാളും എളുപ്പമായിട്ടാണ് എനിക്കിന്ന് എന്ന് പറയാൻ. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ജോലി എനിക്ക് ഭയങ്കര കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം പണ്ട് എക്സ്പോഷർ ഇല്ലായിരുന്നു. പണ്ട് നമ്മൾ പർഗോള പണ്ട് ഒരു വാക്ക് പറയുമ്പോൾ അതെന്തോ അത് ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് ബീംസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡെഫിനിഷൻസും ഇപ്പം ഇങ്ങനെയുള്ള എല്ലാ പദപ്രയോഗങ്ങളും എല്ലാവർക്കും അവെയറാണ്. എല്ലാ ക്ലയൻറ്റും വരുമ്പം തന്നെ നമുക്ക് ഇന്നത് വേണം. സോ ഇന്ന് വരുന്ന എല്ലാ ക്ലയൻറ്റുകൾക്കും ദേ നോ വാട്ട് ദേ വാണ്ട്. അപ്പം ഈ വാണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് വയ്ക്കുമ്പം ഏകദേശം എങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റ്, ദിസ് ഓൾ ഹാപ്പൻസ് ഇൻ ദാറ്റ് ഇനിഷ്യൽ ഡിസ്കഷൻസ് ഇതിലെല്ലാം വരും. അപ്പോൾ അവിടെയാണ് ശരിക്കും പറയുക ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒരു ആർക്കിടെക്റ്റിനെ സമീപിക്കൽ ഇതൊരു തുറന്ന സംസാരത്തിലോ ഒരു തുറന്ന ചർച്ചയിലോ ഇതെല്ലാം പറയുമ്പോഴത്തേന് ഇത് എടുക്കാൻ പറ്റുന്ന സാഹചര്യം ഒരു ആർക്കിടെക്റ്റിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ആൾ ഉണ്ട്. ഇവർ ഇപ്പം സാധാരണ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്തോട്ട് ആൾക്കാർ എത്തുന്നത് പ്യുവർ ഒരു റെഫറലിൻ്റെ ബേസിസിലാണല്ലോ. അതായത് ഒരു വീട് കണ്ടു, ഇത് ആരാ ചെയ്തതെന്ന് ചോദിക്കുന്നു, ആ ആർക്കിടെക്റ്റ് ആണെന്ന് പറയുന്നു, ആ ആർക്കിടെക്റ്റിൻ്റെ കെയർ ഓഫിൽ പോകുന്നു. ഇന്നിപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം അത് കംപ്ലീറ്റ്ലി ടേൺഡ് ഔട്ടാണ് പോയില്ല. എനിക്കൊന്ന് കോവിഡിന് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വർദ്ധിച്ച്. അതെ, അപ്പോൾ കോവിഡിന് ശേഷം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ആണ് ഒരു ബെറ്റർ റെഫറലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ബെറ്റർ റെഫറൽ എന്നല്ല, ഒരു റെഫറലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരു സോഴ്സായിട്ട് എന്ന് പറയാൻ. കോവിഡിന് മുമ്പേ ഒക്കെ ഇപ്പം എൻ്റെയൊക്കെ ഇതിൽ പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട്
നമുക്ക് ഈ ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ക്ലയൻറ്റ് അടുത്ത ആളെ റെഫറിയും അവരടുത്തവരെ റെഫറിയും ഇങ്ങനെയാണ് നമുക്ക് റെഫറൻസിലാണ് നമുക്ക് വരുന്നത്. അപ്പം ഞങ്ങളും എടുക്കാൻ താല്പര്യപ്പെടുന്നത് എപ്പോഴും അങ്ങനെ ബൈ വേർഡ് ഓഫ് മൗത്ത്. ഇപ്പം പവൻ എൻ്റെ സേവനം എടുത്തിട്ടുണ്ട്, അപ്പം ഞാൻ കൊള്ളാം എന്ന് പവൻ പറയുമ്പോൾ പവൻ്റെ ഒരു ഹാപ്പിനെസ് നിന്നുകൊണ്ട് പറയുമ്പോൾ ആണ് ശരിക്കും പറയാൻ എനിക്കൊരു ബെറ്റർ പ്രോജക്റ്റ് പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് എനിക്ക് എളുപ്പം വരുന്നത്. മനസ്സിലായി. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴത്തേനും ഞാനൊരു എന്താ പറയുന്നത്, ഇംപ്രസ് മീ അതെ എന്നുള്ളൊരു രീതിയിൽ ആയിരിക്കും എതിർ ക്ലയൻറ്റ് നിൽക്കുന്നത്. ഓക്കെ പ്രൂവ് യുവർ അതെ യൂണിറ്റ് ഇംപ്രസ് മീ മോർ എന്ന് പറയുന്ന ഒരു രീതിയിലോട്ട് പയ്യെ അത് വരും. നേരത്തെ പറഞ്ഞ എക്സ്പെക്ടേഷൻ ഇച്ചിരി ഹയർ ആയിട്ട് അപ്പം അത് വരുമ്പോഴത്തേന് ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ദാറ്റ് വേ.